ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല നാടൻ കപ്പ പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടി 1 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. കപ്പ നല്ലപോലെ വെന്തുടയണം, ആ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. കപ്പ വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ചെറിയുള്ളിയാണ്, ഒരു 10-12 അല്ലി ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവാളയാലും യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ചെറിയുള്ളിക്കാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത് ആഡ് ചെയ്യാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പം ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടണം. നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. തേങ്ങയാണ്. തേങ്ങ ചെരുകിയത് 1 കപ്പോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പ ഇതുപോലെ നല്ലപോലെ വെന്ത് ഉടയണം, എന്നാലേ ആ ഒരു ടേസ്റ്റും ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കപ്പ ഒരുപാട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് പലർക്കും അറിയാവുന്ന റെസിപ്പിയാവും. എന്നാലും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമൻസൊക്കെ അറിയിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.